കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹലോ, ഇന്ന് നമ്മൾ BA സൈക്കോളജി ഫസ്റ്റ് ഇയറിലെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, അതായത് BPCC 101ന്റെ മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്കറിയാം, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്ക് 5 ബ്ലോക്ക് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ്. അതിൽ യൂണിറ്റ് 1 ഒറിജിൻ ഓഫ് സൈക്കോളജി. അപ്പൊ അത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി, അതിലെ ഒരു ടോപ്പിക് ആണല്ലേ, സൈക്കോളജിയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. ഈ ഒരു ടോപ്പിക്ക് മാത്രം ജൂൺ 2020ലും ഡിസംബർ 2023ലും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഈ ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി അതേപോലെ ഡിസംബർ 2023 വന്നിട്ടുണ്ട്. അതേപോലെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ 3 ടോപ്പിക്കോളം കഴിഞ്ഞ കാല വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി യൂണിറ്റ് 2 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ആണ്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് പലപ്പോഴും റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള ഡിസംബർ 2020, ഡിസംബർ 2022, ഡിസംബർ 2023 പേപ്പറുകളിലെല്ലാം കണ്ട ഒരു ടോപ്പിക്കാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സൈക്കോളജി ഇൻ ഇന്ത്യ ആണ്. അതും ഡിസംബർ 2021ലും അതേപോലെ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സാമിലും ഈ ഒരു സൈക്കോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈക്കോളജി ആസ് എ സയൻസ് എന്ന്, ഇതും കഴിഞ്ഞ 3 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ ഇത്രയാണ് നമ്മൾ ഒരു ഓവർവ്യൂ പോലെ കാണുന്നത്. ഇനി സെക്കൻഡ് ബ്ലോക്ക് പെർസെപ്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് അല്ലെ, പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ യൂണിറ്റ് 3 പെർസെപ്ഷൻ, അതിന്റെ മീനിങ്, ലോസ്, പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർസെപ്ഷൻ, ഇത്രയും ടോപ്പിക്സ് ആണ് യൂണിറ്റ് 3 വരുന്നത്. ഇതിൽ ലോസ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെ, നമ്മളെ ജസ്റ്റാൾട്ട് ലോ ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലോസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതില് ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറുകളിലോളം കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ലോസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റേജസ് ഓഫ് പെർസെപ്ഷനും ജൂൺ 2020ലും ഡിസംബർ 2023ലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇനി റോൾ ഓഫ് അറ്റൻഷൻ ഇൻ പെർസെപ്ഷൻ ആണ്. അതും കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ആൻഡ് ഇറേഴ്സ് ഓഫ് പെർസെപ്ഷൻ ആണ്. പെർസെപ്ഷന്റെ അടുത്ത യൂണിറ്റ് ടൈപ്സ് ആൻഡ് ഇറേഴ്സ് ആണ്. അതിൽ ഡെപ്ത് പെർസെപ്ഷനും ഡിസ്റ്റൻസ് പെർസെപ്ഷനും ഒക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അതുപോലെ മെയിൻ ആയിട്ട് ഇറേഴ്സ് ഇൻ പെർസെപ്ഷൻ, അതിലെ ഇല്യൂഷൻ, ടൈപ്സ് ഓഫ് ഇല്യൂഷൻ ഒക്കെയാണ്. ഇതൊക്കെ 1 or 2 ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് മുൻകാല വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഈ ബ്ലോക്ക് 3 തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ആണ്. അതിൽ 5th യൂണിറ്റ് വരുന്നത് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന യൂണിറ്റ് തന്നെയാണ്. അതിൽ നമ്മൾ കുറേ ടോപ്പിക്കുകൾ ഉണ്ട് അല്ലെ പഠിക്കാൻ. പ്രോസസ് ഓഫ് തിങ്കിങ്, സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ്, കോമ്പണൻസ് ഓഫ് ലാംഗ്വേജ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, കോഗ്നിറ്റീവ് ഇറേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ തന്നെയാണ്. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിയുടെ ബേസിക്സ് പഠിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്സ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുക. പല വർഷങ്ങളിലായിട്ട് ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ആണ് ഇതിലൊക്കെ. ഓക്കെ, പല ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ പല ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ടോപ്പിക്കുകളൊക്കെ കാണേണ്ടത്. ഓക്കെ, ഇനി ഫോർത്ത് ബ്ലോക്കിൽ ലേണിംഗ് ആൻഡ് മെമ്മറിയാണ്. ലേണിംഗും മെമ്മറിയുമാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിച്ചത്. അതിൽ 6th യൂണിറ്റ് ലേണിംഗും 7th യൂണിറ്റ് മെമ്മറിയാണ്.
അപ്പോൾ ലേണിംഗിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാവുന്ന സൈക്കോളജിയുടെ ഒരു തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അഥവാ ലേണിംഗ് തിയറീസ് അല്ലെ. ബിഹേവിയറൽ തിയറീസും ലേണിംഗ് തിയറീസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ്, പാരന്റ് കണ്ടീഷനിങ് ആൻഡ് അതേപോലെ ലേണിംഗ് ഇൻ എ ഡിജിറ്റൽ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ 3 ടോപ്പിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ നോക്കും 3 പേപ്പറുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി മെമ്മറി ആണെങ്കിലും ടൈപ്സ് ഓഫ് മെമ്മറി, സ്ട്രാറ്റജീസ് ടു എൻഹാൻസ് മെമ്മറി, അതേപോലെ അപ്ലിക്കേഷൻസ് ഓഫ് മെമ്മറി ഇൻ എവറിഡേ ലൈഫ്. ഇതിലും എല്ലാം ഒരു മെയിൻ്റനൻസി കാണുന്നുണ്ട് അല്ലെ. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഓരോന്നും 2ഉം 3ഉം തവണയൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ലാസ്റ്റത്തത് ഫോർഗെറ്റിംഗും ഇതുപോലെ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. ഇനി 5th ബ്ലോക്ക്, ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ ആണ്. മോട്ടിവേഷനും ഇമോഷനും നിങ്ങൾ ഒരു പക്ഷേ നല്ല രീതിയിൽ കുറച്ചുകൂടെ തറോ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇൻഡിവിജ്വൽ ഡിഫറൻസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പം 8th യൂണിറ്റ് മോട്ടിവേഷൻ ആണ്. തിയറീസ് ഓഫ് മോട്ടിവേഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് ആണ്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. ഓക്കെ, അതിൽ തിയറീസ് ഓഫ് മോട്ടിവേഷനും ടൈപ്സ് ഓഫ് മോട്ടിവേഷനും റിപ്പീറ്റഡ്ലി കണ്ടിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. ഇനി ഇമോഷൻ വരുമ്പോൾ അതിലും ഉണ്ട് ടൈപ്സ് ഓഫ് ഇമോഷൻ, കോമ്പണൻസ് ഓഫ് ഇമോഷണൽ പ്രോസസ് ആൻഡ് വേസ് ടു മെഷർ ഇമോഷൻ. ഇമോഷൻ മെഷർ ചെയ്യുന്ന വേസ്. അപ്പൊ ഇതും ഈ പറഞ്ഞതുപോലെ റിപ്പീറ്റഡ്ലി വന്ന് കണ്ടിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ എല്ലാ ടോപ്പിക്സും നമ്മൾ ഓരോ ബ്ലോക്കിന്റെയും ടോപ്പിക്സ് എടുത്ത് നോക്കുമ്പോൾ ഒരു ടോപ്പിക് പോലും വിട്ടുപോയിട്ടില്ല അല്ലെ. ഏതെങ്കിലുമൊക്കെ എക്സാംസിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ ഒന്നുപോലും നമ്മൾ മിസ്സാക്കി കളയരുത്. ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഇമോഷൻ, മൂഡ് ആൻഡ് ഫീലിങ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. അതും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിൽ വന്നിട്ടുണ്ട്. അതായത് ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും ബ്ലോക്ക് ആണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ പഠിച്ചത്. അപ്പം ഒരുപാട് യൂണിറ്റ്സ് ഒന്നും ഇല്ല അല്ലെ, ആകെ 9 യൂണിറ്റ് ഒക്കെ ഉള്ളൂ. ആ ഉള്ള യൂണിറ്റ്സിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഒന്നും മിസ് ചെയ്ത് പോവാതെ അല്ലെങ്കിൽ ഒന്നും സ്കിപ്പ് ചെയ്ത് പോവാതെ നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് നോക്കുമ്പോൾ അതിൽ നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ട് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സും ഒക്കെ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് നോക്കി അല്ലെ. ഇനി അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ മോസ്റ്റ് ഫ്രീക്വന്റ്ലി കവേർഡ് ടോപ്പിക്സ് ഏതൊക്കെയാ നോക്കാം. ഒന്ന് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. അത് ഓൾമോസ്റ്റ് ഒരു എല്ലാ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അതെടുത്ത് നോക്കുമ്പോൾ കാണാം അല്ലെ, ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള ഒന്നാണ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. അതേപോലെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി, അതും മൾട്ടിപ്പിൾ ടൈംസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു പേപ്പർ അല്ലെ, പുതിയൊരു ഫീൽഡിൽ പഠിക്കുകയാണ്, സൈക്കോളജി എന്ന് പറയുന്ന പുതിയൊരു ഫീൽഡിൽ പഠിക്കുകയാണ്. അപ്പൊ അതിന്റെ നേച്ചറും സ്കോപ്പും ഒക്കെ മനസ്സിലാക്കിയിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫണ്ടമെന്റൽ ഇമ്പോർട്ടൻസ് നമുക്ക് കൃത്യമായിട്ടും അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളത് നിർബന്ധമായിട്ടും പഠിക്കും. പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ച സമയത്തൊക്കെ പറഞ്ഞതാണ് അല്ലെ. നമ്മൾ സൈക്കോളജി എത്ര തന്നെ പഠിക്കുന്നുണ്ടോ, എത്രത്തോളം ഇനി മുന്നോട്ട് പഠിക്കുന്നുണ്ടോ, അത്രയും കാലം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പല തരത്തിൽ പഠിക്കുന്ന ഒന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും. അതേപോലെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് മെമ്മറി. അപ്പൊ ഇതും പലതവണ നമുക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കവറേജ് ഓഫ് സിലബസ് ബ്ലോക്സ് നോക്കാം. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു എല്ലാ ബ്ലോക്കും ഒന്നിലധികം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാത്തിനും നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 4ഉം ആണ് പലപ്പോഴും പിന്നെ ഏറ്റവും കൂടുതൽ വന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതില് തന്നെ സൈക്കോളജി ആസ് എ സയൻസ്, അതുപോലെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, ലേണിംഗ് തിയറീസ്, ഇതൊക്കെയാണ് കൂടുതലും വരുന്നത്. ബ്ലോക്ക് 2 and 3 എന്ന് പറയുന്നത് കുറവൊന്നുമല്ല, പക്ഷെ അവിടെയും ഒരു ബാലൻസ്ഡ് റെപ്രസെന്റേഷൻ ഉണ്ട്. പെർസെപ്ഷനിലും തിങ്കിങ്ങിലും ലാംഗ്വേജിലും ഒക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, പിന്നെ അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ക്വസ്റ്റ്യൻ റേഞ്ച് ഫ്രം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ, നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവുമായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ബേസ്ഡും ഉണ്ട്. അതൊരു ക്വസ്റ്റ്യന്റെ പ്രത്യേകതയാണ്. അത് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അവർ തിയറീസിനെയൊക്കെ ചോദിക്കും. പക്ഷെ അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ലെവലിൽ ഇപ്പൊ നമ്മൾ പിന്നെ എന്താണ് മെമ്മറി എൻഹാൻസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഒക്കെ അല്ലെ, മെമ്മറി എൻഹാൻസിങ് ടെക്നിക്സ് ഒക്കെ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സും ചോദിച്ചേക്കാം.
ഓക്കെ, പല പല കൺസെപ്റ്റുകളെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഷോർട്ട് നോട്ടുകളായിട്ടും ചോദിക്കാം. അപ്പം വലിയ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇപ്പോൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി 10 മാർക്കിന് ചോദിച്ചേക്കാം. അതേസമയം പെർസെപ്ഷൻ എന്താ, അതിന്റെ തിയറീസ് എന്താ എന്നുള്ളത് ഒരേ സമയം ചോദിച്ചേക്കാം. അതേപോലെ തന്നെ ഒരു പക്ഷേ അത് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ടും ചോദിക്കാം. ഓക്കെ, അങ്ങനെയും വരാൻ സാധ്യത. ഡിജിറ്റൽ ലേണിംഗ്, അതേപോലെ നമ്മൾ ലേണിംഗിന്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിജിറ്റൽ ലേണിംഗും സ്ട്രാറ്റജീസും ഒക്കെ. അതൊക്കെ ഒരു കണ്ടംപററി ഷിഫ്റ്റ് ഉള്ളതാണ് അല്ലെ, നമ്മുടെ എഡ്യൂക്കേഷണൽ ഇന്നത്തെ രീതിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടംപററി ടോപ്പിക് ആണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഇമോഷണൽ തിയറീസ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സിമിലർ കോൺസെപ്റ്റ്, അതായത് ഇമോഷൻ മോഡ്, ഇമോഷൻ വേഴ്സസ് ഫീലിങ്സ്, അതൊക്കെ അങ്ങനത്തെ സാധനങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ള ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്, ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്ന അനാലിസിസ് വീഡിയോ ഡിസംബർ 2020 മുതൽ ഡിസംബർ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഓക്കെ, അതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കുറച്ച് നമുക്ക് ഇത്ര നേരം നോക്കിയതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ്, അതായത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ഒക്കെ പോലെയുള്ളത്, ലേണിംഗ് തിയറീസ്, മോട്ടിവേഷൻ, മെമ്മറി, ഇതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത. സൈക്കോളജിയുടെ ഏറ്റവും ബേസിക്സ് പഠിക്കുന്നവരാണ്, ഏറ്റവും ബേസിക്സ് പഠിക്കുന്ന പേപ്പറാണ്. അത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. ഇതിലെ കീ ഏരിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും, അതൊക്കെ വെച്ചിട്ട് ഒരു കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടെ പോകാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നോട്ട് ചെയ്യും. അപ്പൊ ബ്ലോക്ക് വൈസ് അനാലിസിസ് ഒന്ന് നോക്കാം. അപ്പം ഒന്ന് നോക്കി, ഡിസംബർ 2020 മുതൽ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ബ്ലോക്ക് വൈസ് അനാലിസിസ് ആണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ബ്ലോക്ക് 1 നോക്കൂ, ഒരു ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ബ്ലോക്ക് 1 അല്ലെ. അതേപോലെ പിങ്ക് കളറിൽ കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4നും ഒരു ബാലൻസ് ഉണ്ട്. എല്ലാ ബ്ലോക്കും എവിടെയും തൊടാതെ പോയിട്ടില്ല, അല്ലെങ്കിൽ ഒരു സീറോയിൽ ഒരു ബ്ലോക്കും കിടക്കുന്നില്ല. എല്ലാത്തിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിന്റെ പ്രത്യേകത. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് അക്രോസ് എക്സാം നോക്കാം. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ബ്ലോക്ക് ഏകദേശം 3-4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ബ്ലോക്ക് 1 ആണ്. ഇനി രണ്ടാമത്തെ ബ്ലോക്ക് 2 പെർസെപ്ഷൻ 2 or 3 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 3യും അതുപോലെ 1-2 ക്വസ്റ്റ്യൻ, അതായത് തിങ്കിങ്ങും ലാംഗ്വേജും. ബ്ലോക്ക് 4ഉം അതുപോലെ ഹയസ്റ്റ് ആണ്. ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അറൌണ്ട് 2 ക്വസ്റ്റ്യൻ പെർ എക്സാം. ഒരു എക്സാമിൽ 2 ക്വസ്റ്റ്യനെങ്കിലും വന്നിട്ടുള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ഷോസ് സം വേരിയബിലിറ്റി വിത്ത് 1 to 2 ക്വസ്റ്റ്യൻ പെർ എക്സാം. ചിലപ്പോൾ എന്നാലും നമ്മൾ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റ്യനെങ്കിലും വരാത്ത ഒരു ബ്ലോക്ക് പോലും ഒരു എക്സാമിലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പം ഇത് കാണുമ്പോൾ നമുക്കറിയാം, കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ബ്ലോക്ക് 1 ആണ് ഒരു കൺസിസ്റ്റന്റ്ലി ഒരു ഏറ്റവും ലാർജസ്റ്റ് ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് 2ഉം 4ഉം അതേപോലെ എപ്പോഴും ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി കുറവ് ബ്ലോക്ക് 3ഉം 5ഉം ആണ്. കമ്പാരിറ്റീവ്ലി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വളരെ കുറവൊന്നും പറയുന്നില്ല കേട്ടോ. ബ്ലോക്ക് 1-നപ്പോൾ നിങ്ങൾ ഹയർ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിർബന്ധമായിട്ടും ഫണ്ടമെന്റൽ ആണ്, നമുക്കറിയാം, ബേസിക്സ് ആണ്, എന്നാൽ അത് ഇമ്പോർട്ടന്റും ആണ്. അത് അതേ രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കാം. ഇനി ലോവർ ഫ്രീക്വൻസി വന്നിട്ട് ബ്ലോക്ക് 3ക്കാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് ചെറിയൊരു അധികം ടോപ്പിക്സ് ഒന്നും ഇല്ലാത്ത ഒരു ബ്ലോക്കാണ് അല്ലെ. എന്നാലും അത് പിന്നെ എന്താ പറയാ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യനും ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ 0 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ബ്ലോക്ക് 5 ഒരു വേരിയബിലിറ്റി കാണുന്നുണ്ട്. ചില എക്സാംസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, ചില എക്സാംസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന തരത്തിലാണ്. അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒഴിവാക്കാനോ പറ്റാത്തൊരു ബ്ലോക്കാണ് 5th ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിറ്റ് വൈസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നമുക്ക് 9 യൂണിറ്റ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1ഉം അതേപോലെ യൂണിറ്റ് 2 നോക്കും. യൂണിറ്റ് 2-നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നത് അല്ലെ. ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ളത് യൂണിറ്റ് 2 ആണ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. അതേപോലെ ബ്ലോക്ക് 3യും ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 5ഉം ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 6ഉം ഒരു മെയിൻ്റെനൻസ് കീപ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റുകളാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 8-നും നമുക്ക് ഒരുപാട് എല്ലാത്തിലും ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട്.
ഓക്കെ. അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്കിലെ ഒറിജിൻ ഓഫ് സൈക്കോളജി ഒരു ഡിസംബർ 2020, ജൂൺ 2023, ഡിസംബർ 2023 മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. ഇനി യൂണിറ്റ് 2 ആണ് നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ഹാസ് എ ഹൈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. എല്ലാത്തിലും നമുക്കൊരു ക്വസ്റ്റ്യൻ എങ്കിലും കാണാവുന്ന ഒരു യൂണിറ്റ് ആണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി. ഇനി പെർസെപ്ഷൻ എടുക്കുമ്പോൾ അത് നമ്മൾ കണ്ടു. ഇനി പിന്നെ അതില് മീനിങ് ലോസ് പെർസെപ്ഷൻ കോൺസ്റ്റൻസീസ് ആണ് നെക്സ്റ്റ് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിനും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു റെഗുലർലി ഒരു എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് കാണാം. ചിലപ്പോൾ ഷോർട്ട് നോട്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നേരിട്ട് ഒരു ബിഗ് എസ്സൈസ് ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും വരാം. അതുപോലെ എറേഴ്സ് ഇൻ ആൻഡ് ടൈപ്സ് ഓഫ് പെർസെപ്ഷൻ, അതിനും എപ്പോഴും ഒരു പ്രസൻസ് കാണാവുന്നതാണ്. ഓക്കെ. ഇനി തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് വരുമ്പോൾ എല്ലാ എക്സാംസിലും എന്തെങ്കിലും ചോദിക്കാറുണ്ട്. ഓക്കെ. അതിലെ മെയിൻ ആയിട്ട് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന യൂണിറ്റ് ആണുള്ളത്. അതിൽ എല്ലാ എക്സാംസിലും എന്തെങ്കിലും ചോദിക്കും. അത് എത്രത്തോളം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. ഇനി ഫോർത്ത് ബ്ലോക്ക് ആയിട്ടുള്ള ലേണിംഗ് ആൻഡ് മെമ്മറിയിൽ ലേണിംഗ് നമുക്കറിയാവുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ വരുന്നത്. ഇനി മെമ്മറിയിലും ഇടക്കിടക്ക് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് മെമ്മറി. മോട്ടിവേഷൻ ആൻഡ് ഇമോഷനിൽ മോട്ടിവേഷൻ ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അധികം തിയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതിനും ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. ഓക്കെ. പിന്നെ കുറച്ചുകൂടെ കുറവ് യൂണിറ്റ് 9 ആണ്, ഇമോഷൻ എന്ന് പറയാം. അതിൽ അധികം കണ്ടിട്ടില്ല, എന്നാലും മിസ് ചെയ്യരുത്, നിർബന്ധമായിട്ട് നിങ്ങൾ വായിച്ചു പോകണം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻ പെർ യൂണിറ്റ് അക്രോസ് എക്സാംസ് ഒന്ന് നോക്കാം. ഇപ്പൊ യൂണിറ്റ് 2 ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി, അതേപോലെ ലാസ്റ്റ് ബ്ലോക്കിൽ വരുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്ന യൂണിറ്റ്. ഓക്കെ. പിന്നെ യൂണിറ്റ് 3 പെർസെപ്ഷൻ, അതുപോലെ യൂണിറ്റ് 6 ആയിട്ടുള്ള ലേണിംഗിനും ഒരു കോൺട്രിബ്യൂഷൻ, ഒരു സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ ഒറിജിൻ ഓഫ് സൈക്കോളജി, അതുപോലെ ടൈപ്സ് ആൻഡ് എറേഴ്സ് ഓഫ് പെർസെപ്ഷൻ, അതിൽ ഒരു അധികം പ്രസൻസ് ഇല്ല എങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ കാണാറുണ്ട് എന്ന് പറയാവുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി കൂട്ടത്തിൽ ഏറ്റവും കുറവായിട്ട് കണ്ടിട്ടുള്ളത് ഇമോഷൻസ്, ലാസ്റ്റത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇമോഷൻ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ യൂണിറ്റ് 2 യൂണിറ്റ് 8 ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇത്രയും നോക്കിയത് വെച്ചിട്ടില്ലേ. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി, മോട്ടിവേഷനുമാണ് എല്ലാ ഒരു എക്സാംസിലും പ്രസൻസ് ഉള്ളത് കൊണ്ട് നിർബന്ധമായിട്ടും അതിന് നോക്കാം. ഒരു മോഡറേറ്റ് ഫ്രീക്വൻസി വരുന്നത് യൂണിറ്റ് 3, 5 ആൻഡ് 6 ആണ്. പിന്നെ അതുപോലെ ലോവർ ഫ്രീക്വൻസി വന്നിട്ട് യൂണിറ്റ് 1 അതേപോലെ ലാസ്റ്റ് ഒരു പിന്നെ യൂണിറ്റ് 4 ഉണ്ട് അല്ലെ, സെക്കൻഡ് ബ്ലോക്കിലെ യൂണിറ്റ് 4 ഉണ്ട്. ഇനി ഏറ്റവും കുറവ് കണ്ടത് ഇമോഷൻ എന്ന് പറയുന്ന ലാസ്റ്റത്തെ യൂണിറ്റ് ആണ്. ഓക്കെ. ഇനി ടോപ്പിക് വൈസ് അനാലിസിസ് ഒന്ന് നോക്കാം. ഒറിജിൻ ഓഫ് സൈക്കോളജി ഫസ്റ്റ് യൂണിറ്റിലെ ഒറിജിൻ ഓഫ് സൈക്കോളജി 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി എപ്പോഴും ചോദിക്കുന്നുണ്ട്. മീനിങ് ലോസ് പെർസെപ്ഷൻ കോൺസ്റ്റൻസീസ് അതേപോലെ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. ടൈപ്സ് ആൻഡ് എറേഴ്സ് ഓഫ് പെർസെപ്ഷൻ, അതിൽ ഒരു ലോവർ പ്രസൻസ് ആണ് കാണുന്നത് എങ്കിലും ഇടക്കിടക്കൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ്, അതും ഒരു എന്താ പറയാ, എപ്പോഴും എല്ലാ എക്സാംസിലും ചോദിക്കുന്ന ഒന്നാണ്. ലേണിംഗ് അതേപോലെ. മെമ്മറി അത്ര അങ്ങോട്ടില്ല. ലേണിംഗും മെമ്മറി എടുക്കുമ്പോൾ ലേണിംഗിനാണ് കൂടുതൽ വരുന്നത്. മോട്ടിവേഷൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്, പക്ഷേ ഇമോഷൻ റെയർലി ഫൗണ്ട് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ടോപ്പിക് വൈസ് നോക്കേണ്ടത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ മോട്ടിവേഷനും നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിക്കുമാണ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് കൂടുതലുള്ളത്. മീനിങ് ലോസ് പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നതിന് അത് കഴിഞ്ഞിട്ട് വരും. പിന്നെ ഒറിജിൻ ഓഫ് സൈക്കോളജി, ടൈപ്സ് ആൻഡ് എറേഴ്സ് ഓഫ് പെർസെപ്ഷൻ ഒക്കെ കുറച്ചുകൂടെ കുറവാണ്. മെമ്മറി, ഇമോഷൻ ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ട് നമ്മൾ ഇത്രയും പറഞ്ഞ ഏതിനാണ് ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ഏതാണ്, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ഏതാണ് എന്നുള്ളതിന്റെ ഒരു അതിന് കുറച്ചുകൂടെ സമയം എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ. ഇനി ഒരു മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിക്ക് ആണ്, അത് ഒറ്റക്കാണ് അധികം ചോദിക്കുന്നത്. 10 മാർക്കിന് ഡയറക്റ്റ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്നാണ് ചോദിക്കുന്നത്. മോട്ടിവേഷനും അതേപോലെ തന്നെ. മോട്ടിവേഷൻ എന്താ, അല്ലെങ്കിൽ അതിന്റെ തിയറീസ് എന്താ എന്നുള്ളത് ചിലപ്പോൾ ഒറ്റക്കാണ് അധികം ചോദിക്കാറുള്ളത്. പിന്നെ മീനിങ് ലോസ് പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ് ഒക്കെ ആൻഡ് ലേണിംഗിൽ ഇതേപോലെ തന്നെ ഡയറക്റ്റ് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ ചിലപ്പോൾ പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസും അതിന്റെ മീനിങ് ലോസ് എന്നൊക്കെ ഉള്ളത് ഇപ്പം 3, 4 ആ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ഇനി തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് വരുമ്പോൾ ഒരു എല്ലാ എക്സാമിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രസൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ സബ് ടോപ്പിക്സിന് സാധ്യതയുണ്ട്.
ഓക്കെ. അപ്പം നമ്മള് പഠിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഹൈ മാർക്ക് ടോപ്പിക്സ് ആയിട്ടുള്ള നേച്ചർ ആൻഡ് സ്കോപ്പ്, അതുപോലെ മോട്ടിവേഷൻ, പെർസെപ്ഷനിൽ വരുന്നത് ലേണിംഗ്, ഇതിനൊക്കെ ആ തരത്തിൽ തന്നെ നിങ്ങൾ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. മിക്കവാറും അത് ഒറ്റ ടോപ്പിക് ആയിട്ട് അല്ലെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യനിൽ 10 മാർക്കിന് തന്നെ ചോദിക്കാവുന്ന സാധ്യതയുള്ള ടോപ്പിക്സ് ആണ്. പിന്നെ മോഡറേറ്റ് മാർക്സ് ടോപ്പിക്സ് എന്ന് പറയുന്നത് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ്, ഒറിജിൻ ഓഫ് സൈക്കോളജി, ടൈപ്സ് ആൻഡ് എറേഴ്സ് ഓഫ് പെർസെപ്ഷൻ ഒക്കെയാണ്. അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് വെക്കുക. പിന്നെ മെമ്മറി ഒക്കെ ചിലപ്പോൾ ഷോർട്ട് നോട്ടുകളായിട്ട് ചോദിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഈ രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു ഇപ്പൊ പറഞ്ഞതുപോലെ മാർക്കിന്റെ ബേസിൽ വേണം ഓരോ ടോപ്പിക്കും പഠിക്കാൻ. എന്തെങ്കിലും പഠിച്ചിട്ട് പോവുക എന്നുള്ളതല്ല. ഹൈ മാർക്കിന് സാധ്യതയുള്ള ടോപ്പിക്സ് അതേ രീതിയിൽ ഒരുപാട് നമുക്ക് എഴുതാൻ പറ്റും എന്ന രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്സും ഒക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ. ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കൂ, നമ്മൾ ആദ്യം പറഞ്ഞതാണ് അല്ലെ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി, മീനിങ്, ലോസ്, പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ്, തിങ്കിങ് ആൻഡ് ലാംഗ്വേജ്, ലേണിംഗ്, അതുപോലെ മോട്ടിവേഷൻ. ഇത്രയും 5 ടോപ്പിക്സിനാണ് ഒരു 6 തവണ റിയോക്കർ ചെയ്ത് കണ്ടിട്ടുള്ള ടോപ്പിക്സ് ആണ്. എന്ന് വെച്ചാൽ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിൽ കുറച്ച് കുറവ് വരുന്നത് ടൈപ്സ് ആൻഡ് ഇറേഴ്സ് ഓഫ് പെർസെപ്ഷൻ, പിന്നെ വരുന്നത് ഒറിജിൻ ഓഫ് സൈക്കോളജി, മെമ്മറി, ലാസ്റ്റ് വരുന്നത് ഇമോഷൻ. ഓക്കെ. അപ്പം ഇത്രയും ഒക്കറൻസ് ആണ് നമ്മൾ ഓരോരോ ടോപ്പിക്സിലും വന്നിട്ടുള്ളത്. ഇതിൽ ആദ്യം പറഞ്ഞ 5 ടോപ്പിക്സിനും 6 തവണ വന്നിട്ടുണ്ട്. ടൈപ്സ് ആൻഡ് ഇറേഴ്സ് മാത്രം 4 തവണയും, ഒറിജിൻ ഓഫ് സൈക്കോളജി 3 തവണയും, മെമ്മറി 2 തവണയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസിൽ കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അത് മുന്നോട്ടുള്ള ഇനി നമുക്ക് വരാനിരിക്കുന്ന എക്സാമിന് നമുക്ക് എഴുതാൻ പറ്റണം മുഴുവനായിട്ടും, അല്ലെങ്കിൽ ഒരു ചോദിക്കുന്ന 10 മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ. ഇനി മോഡറേറ്റ് ഫ്രീക്വൻസി ഉള്ള ടോപ്പിക്സ് ആണെങ്കിൽ അതിന്റെയും ഒരു പിന്നെ എന്താ പറയാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അത് എങ്ങനെ ചോദിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇമ്പോർട്ടൻസ് ഒക്കെ എല്ലാത്തിന്റെയും നോട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് എക്സാമിനുള്ള സജഷൻസ് പറയാം. അപ്പൊ ഹിസ്റ്റോറിക്കൽ ഫ്രീക്വൻസി എടുത്ത് നോക്കുന്ന സമയത്ത് ഇനി വരാനിരിക്കുന്ന എക്സാമിന് സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി, മീനിങ്, ലോസ്, പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ്, തിങ്കിങ് ആൻഡ് ലാംഗ്വേജ്, ലേണിംഗ്, മോട്ടിവേഷൻ. ഇനി ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് ഇതൊക്കെയാണ്. ഇനി മോഡറേറ്റ് ഫ്രീക്വൻസി വരുന്നത് ടൈപ്സ് ആൻഡ് ഇറേഴ്സ് ഓഫ് പെർസെപ്ഷൻ, അതുപോലെ ഒറിജിൻ ഓഫ് സൈക്കോളജി ഒക്കെയാണ്. ഓക്കെ. ഇനി ഒരു നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ പറയാൻ കാരണം നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയ സമയത്ത് ഇതിലൊക്കെ വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വന്ന എന്താ പറയാ, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എവിടെയും ഒരു പ്രസൻസ് കാണാവുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചർ ക്വസ്റ്റ്യൻസിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം ഫോക്കസ് കൊടുക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ പിന്നെ ഹൈ ഫ്രീക്വൻസി ഉള്ള ടോപ്പിക്സിലാണ്. രണ്ടാമത് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് മോഡറേറ്റ് ഫ്രീക്വൻസി എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിനാണ്. ഓക്കെ. കീ ഫോക്കസ് ഏരിയാസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ്. ഒന്ന് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ആണ്. എല്ലാ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതിന്റെ ഒരു കീ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാ? ഡെഫിനിഷൻ, ഏർലി ഡിവിഷൻ, സബ് ഫീൽഡ്, റിലേഷൻഷിപ്പ് ഓഫ് സൈക്കോളജി വിത്ത് അതർ ഫീൽഡ്. ഇതൊക്കെയാണ് അല്ലെ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത് നേച്ചർ ആൻഡ് സ്കോപ്പിൽ. അപ്പൊ പഠിക്കുന്ന സമയത്ത് എന്താണ് സൈക്കോളജി, അതിന്റെ ഡെഫിനിഷൻസ്, സൈക്കോളജിക്ക് ഒരുപാട് ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ 2 or 3 ഉണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ ബ്രാഞ്ചസ് എന്തൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ എങ്ങനെയാണ് ഇത് മറ്റ് സയൻസ് ബ്രാഞ്ചസുമായിട്ട് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്ന സയൻസിന് ബന്ധം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. പിന്നെ അത് ലാസ്റ്റ് നമ്മൾ നേച്ചറും സ്കോപ്പും പഠിച്ചു വെക്കുക. ഇനി മീനിങ്, ലോസ്, പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ് എന്ന ടോപ്പിക് പഠിക്കുമ്പോൾ അതിൽ എല്ലാ എക്സാമിനും ഈ പറഞ്ഞതുപോലെ വന്നിട്ടുണ്ട്. അതിൽ വരുന്ന കീ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാ? സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ, ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റീവ് പെർസെപ്ഷൻ. ഇതിൽ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിന്റെ പിക്ചേഴ്സ് ഉണ്ട് അല്ലെ, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് ഉണ്ട്. പിക്ചേഴ്സ് വെച്ചിട്ട് പഠിക്കുക. കാരണം പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും, പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വെക്കാനും ഓർത്ത് വെക്കാനും സാധിക്കും. അതേപോലെ അത് എഴുതുന്ന സമയത്തും എക്സാമിന് എഴുതുന്ന സമയത്തും ഈ പിക്ചേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ. ആ പിക്ചേഴ്സ്, ആ ഡയഗ്രാംസ് പോലെ യൂസ് ചെയ്യുന്ന സമയത്ത് പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് കറക്റ്റ് ആണോ എന്നുള്ളത്. അത് മാത്രമല്ല നമുക്ക് നല്ല സ്കോർ കിട്ടാനും അത് കാരണം. ഓക്കെ. ഇനി പഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തിയററ്റിക്കൽ അപ്രോച്ചസ് ടു പെർസെപ്ഷൻ ആണ് ജസ്റ്റാൾട്ട് ഒക്കെ വരുന്നത്, നിർബന്ധമായിട്ട് പഠിക്കുക. ലോസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ, പിന്നെ എക്സാമ്പിൾസ് നമ്മൾ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ പെർസെപ്ഷന്റെ കാര്യം പറയുമ്പോൾ എല്ലാത്തിനും നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് ചേർത്ത് വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ. തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് വരുമ്പോൾ അതിനും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രോസസ് ഓഫ് തിങ്കിങ്, സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ഇൻ ചിൽഡ്രൻ ഒക്കെയാണ് പഠിച്ചത്.
ഇനി ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കോഗ്നിറ്റീവ് പ്രോസസ് ഇൻവോൾവ് ഇൻ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് എന്നുള്ള ആ ടോപ്പിക് ഒക്കെ നോക്കുക. അതേപോലെ ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ സ്റ്റേജസ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ലേണിംഗ് വരുമ്പം ഈ പറഞ്ഞതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒന്നാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിന്റെ കീ കോൺസെപ്റ്റ് വരുന്നത് ക്ലാസിക്കൽ ആൻഡ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങും ഒബ്സർവേഷണൽ ലേണിംഗ് ഒക്കെയാണ് അല്ലെ. ലേണിംഗ് തിയറീസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ അതിന്റെ കുറെ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അല്ലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ പഠിച്ചിട്ടുള്ളത്. പാവ്ലോവിന്റെ എക്സ്പെരിമെന്റും അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്. ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് വേണം പഠിക്കാൻ എന്ന് ആ ഒരു എക്സ്പെരിമെന്റ് ഓർക്കുക. അതിനനുസരിച്ച് നമ്മൾ റിയൽ വേൾഡിലെ ആപ്ലിക്കേഷൻസ് ഓർക്കുക. എഴുതുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും എക്സാമ്പിൾസ് വെച്ചിട്ട് എഴുതുക. ഓക്കെ. അപ്പൊ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, തിയറി ഒക്കെ അറിയാം, നല്ലോണം അറിയാം, പക്ഷെ അത് എങ്ങനെ എക്സാമിൽ എഴുതി ഫലിപ്പിക്കണം എന്നറിയില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന് പൊതുവെ പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഗോ ഫോർ എൻ എക്സാമ്പിൾ. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ വേൾഡിലെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ, എങ്ങനെ മനസ്സിലായോ അത് എഴുതിയാൽ മതി. തിയറീസ് ഒക്കെ പ്രത്യേകിച്ചും സൈക്കോളജിയിലെ തിയറീസ് ഒക്കെ നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി. അത് തന്നെയാണ് ശരിക്കുള്ള പഠനം, അല്ലെങ്കിൽ അതാണ് ശരിക്കുള്ള അണ്ടർസ്റ്റാൻഡിങ്. തിയറി അതേപോലെ ബൈഹേർട്ട് ചെയ്യുക, അത് അതേപോലെ എഴുതി പിടിപ്പിക്കുക എന്നുള്ളതല്ല. നമുക്ക് എന്ത് മനസ്സിലായി അത് മറ്റൊരാളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി നമ്മൾ ഏത് സ്ട്രാറ്റജിയും നമുക്ക് യൂസ് ചെയ്യാം. അത് ഒരു റിയൽ വേൾഡ് എക്സാമ്പിളിലൂടെ ആണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ. ഇനി ലാസ്റ്റ് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷനും അതിലെ മെയിൻ ആയിട്ട് ഇമോഷനേക്കാൾ കൂടുതൽ മോട്ടിവേഷൻ ആണ് വന്നിട്ടുള്ളത്. അതിൽ പറഞ്ഞ കീ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? തിയറീസ് ഓഫ് മോട്ടിവേഷൻ, ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മോട്ടിവേഷണൽ കൺസെപ്റ്റ്സ്. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ ഡിഫറെന്റ് മോട്ടിവേഷണൽ തിയറീസ് പഠിക്കണം. ഡ്രൈവ് റിഡക്ഷൻ, മാസ്ലോസ് ഹൈറാർക്കി, ഇതൊക്കെ. അപ്പൊ ഈ മാസ്ലോസ് ഹൈറാർക്കി ഒക്കെ പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡയഗ്രാം വെച്ചിട്ട് പഠിക്കാനും എഴുതാനും നിങ്ങളെ ശ്രമിക്കാം. ഈ മോഡറേറ്റ് ടോപ്പിക്സ് വന്നിട്ടുള്ളത് ടൈപ്സ് ആൻഡ് ഇറേഴ്സ് ഓഫ് പെർസെപ്ഷൻ ആണ്. അതിലെ കീ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? ഡെപ്ത് പെർസെപ്ഷൻ, ഡിസ്റ്റൻസ് പെർസെപ്ഷൻ, മോണോക്കുലർ ക്യൂസ്, ബൈനോക്കുലർ ക്യൂസ്, പെർസെപ്ച്വൽ ഇറേഴ്സ്, ടൈപ്സ് ഓഫ് ഇല്യൂഷൻ. ഇതൊക്കെ നമ്മൾ അതിമനോഹരമായ പിക്ചേഴ്സ് ഒക്കെ വെച്ച് പഠിച്ച കാര്യങ്ങളല്ലേ, ചിത്രങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് പഠിച്ചതാണ്. അപ്പൊ അതേ കൂട്ടത്തിൽ അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ മറക്കില്ല. ഓക്കെ. പഠിക്കുന്ന സമയത്ത് ഓരോ എക്സാമ്പിളും എല്ലാത്തിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോയിട്ടുള്ളത് അല്ലെ. ഓരോ ഇതിലത്തെ കോൺസെപ്റ്റ്സ് പറയുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അത് വെച്ച് പഠിച്ചാൽ മറന്നു പോയില്ല. ഓക്കെ. ഒറിജിൻ ഓഫ് സൈക്കോളജി, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി, ഡെഫിനിഷൻ, അതേപോലെ നേച്ചർ ആൻഡ് ബിഹേവിയർ. ഇത് നിങ്ങളെ കുറച്ചൊരു എന്താ പറയാ ഇരുന്ന് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അല്ലെ, ഒരു മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള മെമ്മറി. മെമ്മറി 2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ വന്ന ടൈപ്സ് ഓഫ് മെമ്മറി, മെമ്മറി പ്രോസസ്സ്, സ്ട്രാറ്റജീസ് ടു എൻഹാൻസ് മെമ്മറി, ഇതൊക്കെയാണ് കീ കോൺസെപ്റ്റ്സ് വരുന്നത്. അപ്പൊ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എവറിഡേ ലൈഫിലെ ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് വേണം പഠിക്കാൻ. ഓക്കെ. ലാസ്റ്റ് ഇമോഷൻ ആണ്. തിയറീസ് ഓഫ് ഇമോഷൻ, ടൈപ്സ് ഓഫ് ഇമോഷൻ, ഇമോഷണൽ പ്രോസസ് ആണ്. ഇത്രയാണ് കീ കോൺസെപ്റ്റ്സ് വന്നത്. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കുമ്പോഴും തിയറീസ് എന്ത് പഠിക്കുമ്പോഴും ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ എക്സാമ്പിൾ ഒക്കെ ആഡ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ടിപ്സ് ഫോർ എക്സാം പ്രിപ്പറേഷൻ, ഒരു ഫൈനൽ പ്രിപ്പറേഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ ലാസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യാണ്, ലാസ്റ്റ് ടൈം റിവിഷൻ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ആ സമയത്ത് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ഒന്നും കൂടെ നമ്മൾ നോക്കുക, ഒന്നുകൂടെ വായിച്ചു നോക്കുക, എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ. അതേപോലെ ലാസ്റ്റ് ടൈമിൽ നമുക്കൊരു ലേണിംഗ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പരിപാടി അല്ലേ, നമ്മൾ മെമ്മറി ടെക്നിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും റീകോൾ ചെയ്ത് നോക്കുക, റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തു വെച്ചിട്ട് ഒന്നും കൂടെ അതിലെ പിന്നെ ടോപ്പിക്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അപ്പൊ ഇതിൽ എനിക്ക് ഇന്ന ടോപ്പിക്സ് ഒക്കെ അറിയാം, ഇന്ന പോയിന്റ്സ് ഒക്കെ അറിയാം എന്ന തരത്തിൽ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ അങ്ങനെ ശ്രമിക്കുക. ഓക്കെ. ഇനി സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു സമ്മറി നോട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. ലാസ്റ്റ് എക്സാം ഹാളിലേക്ക് പോകുന്നതിന്റെ കുറച്ച് മുന്നേറ്റായിട്ട്, നമുക്ക് തൊട്ട് മുന്നേ നിങ്ങൾ ഒരിക്കലും നോക്കാൻ പാടില്ല. കുറച്ച് മുന്നേക്കായിട്ട് നമ്മൾ ലാസ്റ്റ് രാവിലേക്ക് ഒന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സമ്മറി നോട്ട്സ് എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സൈക്കോളജി ഈസ് ഓൾവേസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ് അല്ലെ. അതൊരിക്കലും അത് പിന്നെ വീണ്ടും വീണ്ടും പഠിച്ച് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എന്താ പറയുക ബൈഹേർട്ട് ചെയ്യുക എന്നുള്ളതല്ല. കോൺസെപ്റ്റ്സ് നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കുക, ഡീപ്ലി അണ്ടർസ്റ്റാൻഡ് ആക്കി വെക്കുക, എല്ലാം മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് അത് എങ്ങനെ എഴുതണം എന്നുള്ളതിന് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ. പാസ്റ്റ് പേപ്പേഴ്സ് നമ്മളിപ്പോൾ കുറെ പറഞ്ഞിട്ടുണ്ട്, അത് എടുത്തു നോക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും. അതേപോലെ സ്റ്റേ അപ്ഡേറ്റഡ്. നമ്മുടെ സിലബസിൽ വരുന്ന അല്ലെങ്കിൽ എക്സാം പാറ്റേണിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം. ഓക്കെ. ഇനി നമുക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഒന്ന് നോക്കാം.
അപ്പോൾ ഒരു ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഒരു ജൂൺ 2024 വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്നത് 50 മാർക്കാണ്, 2 hours എക്സാം ആണ്. അപ്പോൾ നിങ്ങൾക്ക് 8 ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത് 2 സെക്ഷനിലായിട്ട്. അതിൽ രണ്ടിന്നും കൂടെ നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി. Elaborate on the nature and scope of psychology. Discuss how psychology is related to other field and its importance in understanding human behavior. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, laws of perceptual organization. Explain the various laws of perceptual organization as proposed by Gestalt psychology. Provide examples for each law. 3, thinking and creative thinking ആണ്. That is, describe the process of thinking and the various stages of creative thinking. How does creative thinking differ from other types of thinking? 4, trace the historical development of psychology from its early philosophical roots to its current status as a scientific discipline. സെക്കൻഡ് സെക്ഷൻ എടുക്കുമ്പോൾ 5th ക്വസ്റ്റ്യൻ വരുന്നത്, ഡിസ്കസ് എനി 2 theories of motivation, compare and contrast these theories and their implication for understanding human behavior. 6th question, explain the principles of classical conditioning and apparent conditioning. How do these theories contribute to our understanding of learning? 7, describe the types of memory and the process involved in encoding, storage and retrieval. Discuss strategies to enhance memory. Last question, define depth perception and explain the monocular and binocular cues used to judge depth and distance. അപ്പോൾ ഇത്രയാണ് 8 ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെയൊക്കെ ആൻസർ കീ നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്, ലേൺവൈസിന്റെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരു ഫൈനലി ഇതൊന്ന് എഴുതി നോക്കാൻ, സ്വന്തമായിട്ട് എഴുതി നോക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പോഴും റിമെമ്പർ ചെയ്യുക, സൈക്കോളജി ഈസ് ഓൾവേസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ടാവും അല്ലേ? പക്ഷെ പറയാതിരിക്കാൻ വയ്യ. ബൈ ഹാർട്ട് ചെയ്യുന്നത് നിർത്തിയിട്ട് സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസും ആപ്ലിക്കേഷൻ ലെവലും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.